പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 25:32 വായിക്കാം. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അത് കോലാടുകൾ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാണ്. ചെമ്മരിയാടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും രണ്ട് സ്ഥാനത്ത് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ന്യായവിധി സമയത്ത്. അതായത് കർത്താവ് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ ചെമ്മരിയാടോ കോലാടോ ന്യായവിധി മഹോദ്രവത്തിന് ശേഷം കർത്താവിൻ്റെ ഭൂമിയിലെ വാഴ്ചയ്ക്ക് മുമ്പാണ് സംഭവിക്കുന്നത്. വെളിപ്പാട് 5:10, 19, 11 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ 7:9 മുതൽ 14 വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം 7:9 ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്ന് അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമാകുന്നു. അപ്പം ആ ന്യായവിധിയുടെ സമയത്ത് കർത്താവ് ഒരു സിംഹാസനം വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സർവ്വഭൂമിയിലും അധിവസിക്കുന്ന അധിപനായ കർത്താവിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വയോധികൻ എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ന്യായാധിപൻ എന്ന നിലയിൽ അംഗീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് വയോധികൻ. വയോധികൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗമാണ് കർത്താവ്. കാലാന്ത്യത്തിൽ അവൻ സകല ജനത്തെയും രാജ്യത്വങ്ങളെയും ന്യായം വിധിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് കാലാന്ത്യത്തിൽ എല്ലാവരും സകല ജാതികളെയും അല്ല വിശ്വാസികളെയും ദൈവകൃപയുള്ളവരെ എല്ലാവരെയും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെള്ളയായി തീർന്നു. മഹിമയും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയായിരുന്നു. അഗ്നിമയമായ നീതിയും അവൻ്റെ സിംഹാസനം അഗ്നിജാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു സൂചിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെയാണ് കണ്ടത്. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടൊഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്ന് ന്യായവിസ്താര സഭ ഇരുന്ന് പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ തുറക്കുവാൻ പുസ്തകങ്ങളുണ്ട് ഓരോരുത്തർക്കും. നമ്മൾ നല്ലതായാലും തീയതായാലും ന്യായവിധിയുടെ മുമ്പിൽ ന്യായവിസ്താര സഭയിൽ നമ്മൾ നിൽക്കേണ്ടിയുണ്ട്. അപ്പോൾ അത് ആ പുസ്തകങ്ങൾ 10,000 പേർ അവൻ്റെ മുമ്പാകെ ന്യായവിസ്താര സഭ ഇരുന്ന് പുസ്തകങ്ങൾ തുറന്നു. അപ്പം